ഇടതുപക്ഷത്തിന് ഈ വാർഡിൽ മാത്രമല്ല കേരളം മുഴുവൻ ഇടതുപക്ഷത്തിന് ഒരു മുഖം നഷ്ടപ്പെടൽ കാരണം ഉണ്ടായിട്ടുള്ളതാണ് എൻ്റെ ഒരു റീഡിങ്. നമ്മളെന്തായാലും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഇതിലും കൂടുതൽ ശക്തമായിട്ട് വൈഷ്ണവും നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രചരണത്തിന് പോകും. കവടിയാറിലെ പ്രചരണം ഏത് നിലയ്ക്ക് പുരോഗമിക്കുന്നു? മികച്ച പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്ന് എത്തുന്നത്. അതോടൊപ്പം പ്രചരണത്തിൻ്റെ രണ്ടാം ലാപ്പിലേക്ക് എത്തിയിട്ടുണ്ടോ? നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മളെനിക്ക് നവംബർ 3-4 തീയതി സ്റ്റാർട്ട് ചെയ്തതാണ്. രാവിലെയായിട്ട് എല്ലാ വീടുകളും കയറുന്നുണ്ട്. നല്ല ഹൃദയബന്ധമുള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല വിജയം കവടിയാറിലുണ്ടാകും. മേയർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് അത്തരത്തിൽ പ്രചരണം? കോൺഗ്രസ് 51 സീറ്റിൽ കൂടുതൽ UDF ലഭിച്ചുകൊണ്ട് UDFൻ്റെ കോൺഗ്രസിൻ്റെ ഒരു മേയർ കസേരയിൽ ഇരുന്നുകൊണ്ട് നാളേക്കുള്ള ഒരു തിരുവനന്തപുരം വാർത്തെടുക്കും. സിറ്റിംഗ് സീറ്റുകൾ പലതും നിലനിർത്തുമെന്നുള്ളതാണ് BJPയുടെയും ഒപ്പം തന്നെ CPMൻ്റെയും അവകാശവാദം. ഇതിനെങ്ങനെയാണ് നോക്കുന്നത്? എനിക്കറിയില്ല. സിറ്റിംഗ് സീറ്റിലെ കൗൺസിലർമാർ തന്നെ ആത്മഹത്യ ചെയ്ത അവസ്ഥയാണ്. സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കാൻ നിന്ന ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയാണ്. ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം പാർട്ടിക്കാർക്ക് സംരക്ഷണം കൊടുക്കുന്ന കാര്യമാണ് ഇപ്പോൾ BJP ചെയ്യേണ്ടത്. ഇവിടെ നല്ല വിജയം കോൺഗ്രസിനുണ്ടാകും. BJP നമ്മൾ പിഴുതെറിയും.